ഏതായാലും മൂപ്പരെ വാദത്തുനിന്ന് മാറീന. എന്നാ പിന്നെ ചോദ്യം ചോദിച്ചതൊക്കെ നിങ്ങളെ വാദം അഭൗതികമല്ല എന്നാണല്ലോ, അഭൗതികമല്ല മനുഷ്യനെ അപേക്ഷിച്ച ഭൗതികം എന്നാണല്ലോ നിങ്ങളെ വാദം എന്നാ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ചോദിച്ചത്. അപ്പൊ വാദത്തുനിന്ന് മാറിയെന്ന് പറയാന്നല്ലാതെ പിന്നീട് വന്ന സംസാരത്തിലൊക്കെയോ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മൂപ്പരും പറഞ്ഞത്. ഏതായിരുന്നാലും ഈ ചോദ്യമാണ് ആദ്യം വന്നത്. ജിന്നുകളുള്ള സഹായം ചോദിക്കുന്ന മേഖലയിൽ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. ഇതിന് തെളിവുണ്ടോ, ആയത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആരാ വ്യാഖ്യാനിച്ചത്, എവിടെയാ വന്നത്, ഏത് തഫ്സീലാ ഉള്ളത് എന്നതായിരുന്നു അയാളുടെ ചോദ്യം. അതിന് മറുപടിയായിട്ടാ ഞാൻ ഈ ആയത്ത് കൊടുത്തത്. അല്ലാതെ ശിർക്കില്ല, വസിയത്തു ശിർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാനല്ല ആയത്തോതിയത്. ശിർക്കല്ല, വസീല മാത്രമേ ആകൂ, ശിർക്കിലേക്കുള്ള വഴിയായത് മാത്രമേ ആകൂ എന്ന് പറയാനല്ല ആയത്തോതിയത്. മറിച്ച് ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്. ഞാൻ മൊത്തം അന്ന് 4 ആയത്ത് പരാമർശിച്ചു. ഒന്ന് ശിർക്കായതിനുള്ള 3 ആയത്ത്. അതേതാ കേട്ടോളി മറുപടി. അന്ന് ഞാൻ പറഞ്ഞ മറുപടികളുണ്ട്. ആ മറുപടിയിലാണ് ഈ ആയത്ത് മോദിയത്. ആ ചോദ്യത്തിന്റെ മറുപടി അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത്, വമൻ അളലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128 ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128 ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീത്തു ശിർക്കായതിന് 1 ആയത്തും ഓതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബന ഇസ്തംതഅ ബഅദുനാ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതായിരുന്നാലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതി വെച്ചുവെന്നല്ലാതെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് ഇന്ന സ്വഹാബി പറഞ്ഞുവെന്നോ താബിഈ പറഞ്ഞുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ തഫ്സീർ വേണോ, ഇങ്ങനെ ആര് വ്യാഖ്യാനിച്ചു എന്നാണോ, ഏത് സ്വഹാബി പറഞ്ഞുവെന്നാണോ ചോദിച്ചോളൂ, അപ്പൊ പറയാം. അപ്പൊ കണ്ടോ, വ്യക്തമായി പറഞ്ഞു. ആയത്തുണ്ട്. എന്തിനായത്ത്? ശിർക്കല്ല എന്ന് പറയാനല്ല, വസീല മാത്രമേ ഉള്ളൂ എന്ന് പറയാനല്ല. പിന്നെ ശിർക്കായതിന് 2 ആയത്ത്. ഏതാ? ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. അവിടെ പറഞ്ഞ ഇസ്തിആനത്താണോ? ശിർക്ക് തന്നെ. വമൻ അളലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, ആ ഇസ്തിആനത്താണോ? ശിർക്ക് തന്നെ. ഇനി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ഭാഗം ഉൾക്കൊള്ളുന്ന ആയത്താണോ? അത് 2 തരം ഇസ്തിംതാ ഉണ്ട്. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്. ഇതായത്തോതി കൊടുത്തത്. അപ്പൊ ആയത്തുണ്ടോ എന്ന് ചോദിച്ചു. ആയത്തോതി. മൂപ്പര് ആദ്യമല്ല പരാതി പറഞ്ഞു, വിഷയാവതരണത്തിന് ഫൈസൽ മുസ്ലിയാർ ആയത്തോതിയില്ലാന്ന്. ആയത്ത് ഓതിക്കൊടുത്തപ്പോ പിന്നെ മൂപ്പർക്ക് ആയത്തിന്റെ പൂജനെ കഴിഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏത് സ്വഹാബി വിശദീകരിച്ചു? നിങ്ങൾ ചോദിച്ചോളൂ, പറയാം. താബിഈയെ ചോദിച്ചോളൂ, പറയാം. താബിഉ താബിഈയെ ചോദിച്ചോളൂ, പറയാം. തഫ്സീർ ചോദിച്ചോളൂ, പറയാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്നും ചോദിക്കാൻ തന്നെ വന്നില്ല. പിന്നെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, തഫ്സീർ വേണോ? നിങ്ങൾ ചോദിക്കണം, അപ്പൊ പറഞ്ഞോളാം. സ്വഹാബിയെ വേണോ? നിങ്ങൾ ചോദിക്കണം, അപ്പൊ പറയാം. അപ്പൊ പിന്നെ മൂപ്പരും പറഞ്ഞു സ്വഹാബിയെ വേണം. അങ്ങനെയാണ് നാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയത്. ഇനി എന്താ സഹോദരന്മാരെ ആയത്ത്? എന്താ ആയത്ത് നമ്മൾ മനസ്സിലാക്കണല്ലോ. ആയത്തില് അല്ലാഹു തആല പറയുന്നത്, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്. ആയത്ത് തുടങ്ങുന്നത് അവിടുന്ന്. വിചിന്തനത്തിൽ കണ്ടു ആയത്ത് മുഴുവൻ ഓതിയിട്ടില്ല എന്നാണ് പിന്നൊരു വലിയൊരു കുറ്റമായി പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ ഇതിൽ തെളിവായി ഓതിയത് സൂറത്ത് അൻആമിലെ 128 ആയത്തിന്റെ പകുതി ഭാഗമാണ്. പകുതിയെ ഓതിയിട്ടുള്ളതാ. ഞാൻ തുടക്കം മുതലാ ഓതിപ്പോന്നത്. വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന അവിടെ മുതലാ ഓതിപ്പോന്നത്. എന്നിട്ട് റബ്ബന ഇസ്തംതഅ ബഅദുനാ എന്ന ഭാഗം പ്രത്യേകം എടുത്ത് വിശദീകരിച്ചു.
എന്നിട്ട് എഴുതാന്ത് പകുതിയെ ഓതിയിട്ടുള്ളൂ. അതെന്തിനാണെന്നറിയോ? പണ്ട് കാന്തപുരം ഓതിയപ്പോ ചിലർ പറഞ്ഞില്ലല്ലോ, മുസ്ലിയാരെ ബാക്കി ഓതിയാ നിങ്ങൾ പറഞ്ഞേ പൊളിഞ്ഞൂന്ന്. അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ ഇതിന്റെ ബാക്കി ഓതിയാലോ, ഇതിന്റെ ബാക്കി ഓതിയാലോ, ഞാനവിടെ ഓതിയിട്ടുണ്ട്, ഇനി ആ ബാക്കി എന്താ ഇതിനപ്പുറണ്ടോ? എന്നാ പിന്നെ അതല്ലേ പറയേണ്ടത്, എളുപ്പല്ലേ, മുമ്പ് ബാക്കിയാണ് ഓതിയാ പോലെ. ബാക്കിയാണ് ഓതിട്ട് എന്താ ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ ഓതിന നേരെ തിരിച്ചതാ ബാക്കി പറയുന്നു എന്ന് പറഞ്ഞാൽ എളുപ്പമായല്ലോ. അതെന്തേ പറയാതിരുന്നത്? എന്തേ അവിടെ ഞാൻ വായിച്ച തഫ്സീർ തൊടാതിരുന്നത്? ഇനി ആയത്തെന്താ? നാളെ പരലോകത്ത് അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. മനുഷ്യരും മലക്കുകളും ജിന്നുകളും മൃഗങ്ങളും പക്ഷികളും എല്ലാ ജീവികളും നാളെ പരത്രികമായ ലോകത്ത് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ആ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹു തആല പറയും, നിങ്ങൾ ആരെയാണോ ആരാധിച്ചത് അവരുടെ കൂടെ കൂടിക്കൊള്ളുക, അവരിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല പറയും. ഹദീസിൽ കാണാം, അപ്പോൾ സൂര്യനെ ആരാധിച്ചവർ സൂര്യന്റെ കൂടെ കൂടും, ചന്ദ്രനെ ആരാധിച്ചവർ ചന്ദ്രന്റെ കൂടെ കൂടും, ഈസാ നബി ആരാധിച്ചവർ ഈസാ നബിയുടെ കൂടെ കൂടും. അങ്ങനെ ഈ ആരാധ്യന്മാരും ആരാധകന്മാരും രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂട്ടപ്പെടും. ജിന്നുകൾ ആരാധിച്ചവരോ അവരും ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടും. മുഹീദ്ദീൻ ശൈഖിനെ ആരാധിച്ചവരോ അവരെ കൂടെ കൂടേണ്ടി വരും. നമ്മൾ തങ്ങളെ രക്ഷിക്കണേ എന്ന് തേടിയ സമസ്തക്കാരോ അവരെ കൂടെ കൂടേണ്ടി വരും. അല്ലാഹു തആല പ്രതിഫലം നൽകില്ല. അങ്ങനെ ആരെയാണോ വിളിച്ചു തേടിയത്, ആരെയാണോ ആരാധിച്ചത്, ആരോടാണോ ഇസ്തിഗാസ ചെയ്തത് അവരിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പ്രതിഫലമില്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. അങ്ങനെ ജിന്നുകളെ ആരാധിച്ച് ജിന്നുകളെ പൂജിച്ച് ജിന്നുകളുടെ ഔലിയാക്കളായി മാറിയ ആളുകളും അവർ ആരെയാണോ ആരാധിച്ചത് ആ ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടും. വയൗമ യഹ്ശുറുഹും ജമീഅ, അവരെ മുഴുവനും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അന്ന് അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യമാണ്, യാ മഅ്ശറൽ ജിന്ന് ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, ഏ ജിന്ന് സമൂഹമേ നിങ്ങൾ ധാരാളം മനുഷ്യരെ വഴികേടിലാക്കിയല്ലോ, ഒരുപാട് മനുഷ്യന്മാരെ നിങ്ങൾ പിഴപ്പിച്ചുവല്ലോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു ജിന്നുകളോട്. ആ സമയത്ത് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ആ ജിന്നുകളുടെ ഔലിയാക്കളായ ഇൻസുകൾ പറയുന്നു, ജിന്നുകളെ മിത്രങ്ങളായി സ്വീകരിച്ച, അനസ് മുസ്ലിയാർ പറഞ്ഞല്ലോ ഒരു ജിന്ന് സുഹൃത്ത് എന്ന്, അതിന്റെ മറ്റൊരു തരം, ജിന്നുകളെ മിത്രങ്ങളായി സ്വീകരിച്ച, ജിന്നുകളെ വലിയായി സ്വീകരിച്ച, അഥവാ ജിന്നിനെ പൂജിച്ച, ജിന്നിനെ ആരാധിച്ച, ജിന്നിനോട് പ്രാർത്ഥിച്ച ജ്യോത്സ്യന്മാരും സിദ്ധന്മാരും തങ്ങന്മാരും ബീവിമാരും ഖോജമാരും പോലെയുള്ള ആൾ ദൈവങ്ങളായും സിദ്ധന്മാരായും രംഗത്ത് വരുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ജിന്നിന്റെ ഔലിയാക്കന്മാരായി മാറിയ ഇൻസുകൾ അവര് പറയും, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി, ആ അവധിയിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്തു. ആയുസ് കഴിഞ്ഞു, മരിച്ചു, ഇതാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു എന്നവർ ഖേദം പറയുകയാണ്. അല്ലാഹുവിന്റെ മറുപടി, ഖാലന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാഷാ അല്ലാഹ്. അല്ലാഹ് പറയും, ഖാലന്നാറു മസ്വാകും, നിങ്ങളുടെ സങ്കേതം നരകം തന്നെ, ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ ശാശ്വതരാണ്, നിത്യവാസികളാണ്, കാലാകാലം അവിടെ കഴിച്ചു കൂട്ടേണ്ടവരാണ്. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, നിഗൂഢമായത് പോലും അറിയുന്നവനാണ്, യുക്തിജ്ഞനാണ്. ഇതാണ് ആയത്ത്. ഈ ആയത്തിൽ എന്താ മനസ്സിലായത്? പരലോകത്തെല്ലാവരും വരുന്നു. അപ്പൊ ജിന്ന് പൂജകരായ ആളുകൾ, ജിന്നിനെ ആരാധിച്ച ആളുകൾ, അവർ റബ്ബിനോട് പറയുന്നു, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ആ ഉപകാരമെടുക്കൽ എന്താ? ശിർക്കായത് തന്നെ. കാരണം ജിന്നിനെ പൂജിച്ചവർ, ജിന്നിനെ ആരാധിച്ചവർ, ജിന്നിനോട് പ്രാർത്ഥിച്ചവർ, ജിന്നിനെ വലിയായി സ്വീകരിച്ചവർ, അതാണ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ജിന്നുകളുടെ വലിയുകളായി മാറിയ ഇൻസുകൾ. അവരെ പറയുന്ന ഇസ്തിംതാഅ് ശിർക്ക് തന്നെ. അതുകൊണ്ട് ഞാൻ ആയത്തോട് ഇപ്പൊ പറഞ്ഞത് രണ്ട് ഇസ്തിംതാഉം ഈ ആയത്തിലുണ്ട്. നേരത്തെ കേട്ടല്ലോ ക്ലിപ്പ് നമ്മള്, രണ്ട് ഇസ്തിംതാഉം ഈ ആയത്തിലുണ്ട്. ശിർക്കായതുമുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട്. ശിർക്കായ ഇസ്തിംതാഅ് ഏതാ? ഈ ഔലിയ ആയ ഇൻസ് പറഞ്ഞ ഇസ്തിംതാഅ്. ജിന്നുകളെ
ഔലിയാക്കളായി മാറിയ, അവരെ പൂജിച്ച പൂജകന്മാരായി മാറിയ മനുഷ്യര് അവരും ജിന്നും തമ്മിലെടുത്ത ഇസ്തിംതാഴ്, അതാണ് ശിർക്കായ ഇസ്തിംതാഴ്. പക്ഷെ ആ ആയത്തിന് എന്ത് കിട്ടി? ആ ആയത്തിന് എന്ത് കിട്ടി? ജിന്നും മനുഷ്യനും തമ്മിൽ ഉപകാരമെടുക്കാൻ പറ്റും എന്ന് കിട്ടിയല്ലോ. ജിന്നുകളിൽ നിന്ന് മനുഷ്യർക്കും മനുഷ്യന് ജിന്നുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കാൻ കഴിയും എന്ന് മനസ്സിലായല്ലോ. അപ്പൊ നാസസുല്ലമിനെ സബബ് പൊളിഞ്ഞു. ഒന്നവിടെ മൂപ്പര് ചോദിച്ചെന്താ, ജിന്നിന് നിങ്ങളെ സഹായിക്കാൻ എന്ത് സംഭവമാ ഉള്ളത്? ഇവിടെ അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കാൻ എന്ത് സംഭവമാ ഉള്ളത് എന്നാണല്ലോ നാട് നിങ്ങൾ ചോദിച്ചത്. എന്ന പ്രഖ്യാപനത്തിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്ന് പറയുമ്പോ അങ്ങോട്ടും ഉപകാരമുണ്ട്, അവിടെ ഇങ്ങോട്ടും ഉപകാരമുണ്ട് എന്ന് പറയുമ്പോ തന്നെ ഒരു സബബ് ഉണ്ട് എന്ന് മനസ്സിലായി. ഒന്ന്. ഇനി ഈ ഔലിയാന് മാത്രമാണോ ഇസ്തിംതാ ഉണ്ടാവുക? അതാ രണ്ടാമത്തെ ചർച്ച. ജിന്നിനെ പൂജിച്ച് ജിന്നുകൾ ആരാധിച്ച് അവനെ ഔലിയാക്കളായി സ്വീകരിച്ചവർക്ക് മാത്രമാണോ ഈ ഉപകാരം കിട്ടുക? അല്ല. പിന്നെയോ ഇതിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇതൊന്നും അല്ലാത്തവനും പിശാചിൽ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്തിന്? അവനെ ഈ മർത്തബയ്ക്ക് കൊണ്ടുവരാൻ, തന്റെ വലിയാക്കി മാറ്റാൻ, തന്റെ പൂജകനാക്കി മാറ്റാൻ, തന്നെ ആരാധിക്കുന്നതാക്കി മാറ്റാൻ, തന്നെ ഒരു പ്രാർത്ഥിക്കുന്നതാക്കി മാറ്റാൻ, അവനെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടി അവന് ചില ഉപകാരം ചെയ്തു കൊടുക്കുന്നു. ഈ ഉപകാരത്തിന്റെ മറവിൽ തൽക്കാലം ഓൻ ആ ഉപകാരം സ്വീകരിക്കുന്നു. അത് ഘട്ടം ഘട്ടമായി കയറി കയറി വന്ന് അവസാനം ഇവന്റെ വലിയായി മാറുന്നു, ഇവന്റെ പൂജകനായി മാറുന്നു, ശിർക്കിൽ പോയി അകപ്പെടുന്നു. അപ്പൊ ഈ കിട്ടിയത് ശിർക്കിലേക്കുള്ള വസീല, ചെന്നെത്തിയത് അവസാനം ശിർക്കില്. ആ ശിർക്കിലേക്കുള്ള വസീലയാക്കി ചില ഉപകാരങ്ങൾ ഇവൻ ഉപയോഗപ്പെടുത്തുന്നു. അതിനാണ് ഞാൻ അവിടെ തഫ്സീർ ഖുർത്തുബിയിൽ വായിച്ചത്. ഏതെല്ലാം സൈസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അവിടെ പറഞ്ഞു. കണ്ടോ, ഫസ്തിംതാഉൽ ജിന്നി മിനൽ ഇൻസി, ജിന്നിൽ നിന്ന് ജിന്നിന് ഇൻസിൽ നിന്നുള്ള ഇസ്തിംതാ എന്താ? ഇന്നഹും തലദ്ദദു ബിതുഅത്തിൽ ഇൻസി ഇയാഹും, മനുഷ്യൻ ജിന്നുകൾക്ക് വഴിപ്പെടുമ്പോൾ അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്നു അവര്. വതലദ്ദുൽ ഇൻസി ബിഖബൂലിഹിം മിനൽ ജിന്നി, ജിന്നിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക വഴി മനുഷ്യനും ചില ആസ്വാദനം കിട്ടുന്നു. ഹത്താ സനൗ, അങ്ങനെ അവർ വ്യഭിചരിക്കുന്നു. വശരിബുൽ ഖുമൂറ, മദ്യപിക്കുന്നു. ബിഇഗ്വാഇൽ ജിന്നി ഇയാഹും, ജിന്നുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി അവർ മദ്യപിക്കുന്നു. ജിന്നുകളെ പ്രേരണയ്ക്ക് വഴങ്ങി അവൻ വ്യഭിചരിക്കുന്നു. അതും ഇസ്തിംതാ ആണ് എന്ന് ഞാൻ അവിടെ ചോദിച്ചു. ഇത് ശിർക്കാണോ സുല്ലമി? മദ്യപിച്ചാ ശിർക്കാണോ? വ്യഭിചരിച്ചാ ശിർക്കാണോ? ഖവാരിജികളെ വാദമുണ്ട്, പാപങ്ങൾ ചെയ്താൽ കാഫിറായി പോകും, വാ മുഅ്മിനല്ല എന്ന വാദം. ആ വാദം പറയാൻ കഴിയുമോ? അപ്പൊ ചിലപ്പോ സംശയം ഉണ്ടായേക്കാം, മദ്യപാനം ശിർക്കിലേക്കുള്ള വസീലയാണോ? വ്യഭിചാരം ശിർക്കിലേക്കുള്ള വസീലയാണോ? അയാൾ അവിടെ ചോദിച്ചില്ല. ചോദിക്കണമെങ്കിലും വേണ്ട, അത്യാവശ്യം തിരിയ. ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ചില മനുഷ്യന്മാർ ചോദിക്കുന്നു, മദ്യപിച്ച ശിർക്കിലേക്ക് വഴിയാകുമോ? ആകുന്നതുണ്ട്. അതേതാ? ഈ പറഞ്ഞ മദ്യപാനം. ഇതേതാ മദ്യപാനം? ബിഇഗ്വാഇൽ ജിന്നി ഇയാഹും, ജിന്നുകളുടെ പ്രേരണ കൊണ്ട് മദ്യപിക്കുന്നു. അതെവിടുന്നാ കിട്ടുക പ്രേരണ? ചിലപ്പോൾ തങ്ങളെ പോയി കാണും. ഒരു അസുഖത്തിന്. ഇവൻ തൗഹീദുള്ളവനാ, നല്ല തൗഹീദുള്ള മനുഷ്യൻ മറ്റു പലരുടെയും പ്രേരണയ്ക്ക് വഴങ്ങി മനമില്ല മനസ്സോടെ ഒരു തങ്ങളെടുത്ത് പോകുന്നു. ഒരു അസുഖവും വന്നപ്പോൾ ഓനറിയാ തങ്ങൾ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല, എനിക്ക് അങ്ങനത്തെ വിശ്വാസമില്ല, എല്ലാരും കൂടി പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോവുക. അപ്പൊ ചെല്ലുമ്പോ ചിലപ്പോ തങ്ങള് പറയും, നിങ്ങൾ കാര്യം ചെയ്യാ, ഒരു 100 ഫാത്തിഹ സൂറത്ത് ഓതുക. അപ്പൊ ഇവർ തോന്നും, ഇയാൾ കുഴപ്പക്കാരനല്ലല്ലോ, ഇയാൾ ഫാത്തിഹ ഓതാനല്ലേ പറഞ്ഞത്, അതിപ്പോ കൂലിട്ടുന്ന കാര്യമല്ലേ, അതിനെന്താ പ്രശ്നം? എന്തിനായി ഫാത്തിഹ ഓതാൻ പറഞ്ഞത്? ഈ തങ്ങൾ ഇവനോട് ഫാത്തിഹ ഓതാൻ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തങ്ങളല്ല പറയുന്നത്, തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശൈത്വാനാണ്. ശൈത്വാനാ പറയിപ്പിക്കുന്നത്. 100 ഫാത്തിഹ ഓതി തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയെന്ന് തോന്നും. കുറച്ചു കഴിഞ്ഞ് ഈ അസുഖം വീണ്ടും വരും. അപ്പ ചെല്ലും തങ്ങളടുത്തേക്ക് രണ്ടാമതും. അന്ന് അവിടെ പോയിട്ടാ പറഞ്ഞത് മാറിയത്, അയാള് കുഴപ്പക്കാരനല്ല, ശിർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഹറാം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അയാളെ ഖുർആൻ ഓതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടൊന്നുകൂടെ പോയി നോക്കാം. രണ്ടാമത് ചെല്ലുമ്പോ തങ്ങള് പറയും, ഇപ്രാവശ്യം കുറച്ച് സ്ട്രോങ്ങാ, അതുകൊണ്ട് നിങ്ങൾ ഒരു 1000 പ്രാവശ്യം നാരിയാ സ്വലാത്ത് ചൊല്ലണം. അന്ന് പറഞ്ഞ് ഫാത്തിഹ
ഇപ്പൊ പറയും നാരിയാ സ്വലാത്ത്. ഓൻ വിചാരിക്കും അന്ന് മൂപ്പര് ഫാത്തിഹ ഓതാൻ പറഞ്ഞു, അത് ഓതിപ്പ സുഖായി. ഇപ്പൊ മൂപ്പര് തന്നെയാണ് നാരിയാ സ്വലാത്ത് എല്ലാം പറഞ്ഞത്. നാരിയാ സ്വലാത്ത് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും ഇയാൾ പറയുമ്പോ ചിലപ്പോ ഒരു പക്ഷെ ന്യായായി കൂടെ ഇല്ല, ഒന്ന് ചൊല്ലി നോക്കിയാലോ. ഓൻ ചൊല്ലി ശിർക്ക് പോയിപ്പെട്ടു. ഈ ശിർക്ക് ചെയ്യിക്കാനാ അന്ന് ഫാത്തിഹ ഓദിച്ചത്. ഈ ശിർക്ക് ചെയ്യിക്കാനാ ആദ്യം ചെല്ലുമ്പോ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞത്. ഈ ശിർക്ക് ചെയ്യിക്കാനാ ആദ്യം ചെല്ലുമ്പോ ഹറാമ് ചെയ്യാൻ പറഞ്ഞത്. ചില മനുഷ്യന്മാര് പറയും ഒരു കുപ്പി മദ്യം വേണം, നീ കുടിക്കൊന്നും വേണ്ട കഴിക്കൊന്നും വേണ്ട, ഒരു കുപ്പി മദ്യം കൊണ്ടുവന്നാ മതി. ചില കണക്കന്മാര് പറയും, പണിക്കന്മാര് പറയും, ചില സിദ്ധന്മാരും പറയും. അപ്പൊ ഓനെന്തായിരിക്കും, എന്നോട് കുടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, മദ്യം കൊണ്ടുപോയി കൊടുക്കാനല്ലേ പറഞ്ഞത്. അവൻ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ ശൈത്താന് മനസ്സിലായി എന്ത്, ഞാൻ പറഞ്ഞോടത്ത് ഓനെ കിട്ടും. ഇപ്പൊ ഓനെ ശിർക്ക് പറഞ്ഞാല് ഓൻ സമ്മതിക്കുക, തിരിഞ്ഞു പോകും. അതോട് തൽക്കാലം ആദ്യം ഇത് പറയിപ്പിക്കുക. അപ്പൊ ഒരു മദ്യം കൊണ്ടുവരാൻ വേണ്ടി പറയും, ഓൻ കൊണ്ടുപോയി കൊടുക്കുന്നു, ചെയ്ത് ഹറാം. ശിർക്കിലേക്കുള്ള വഴി എങ്ങനെ വഴിയായത്? ഇനി 6 മാസം കഴിയുമ്പോ വീണ്ടും അസുഖം വരും. അപ്പൊ വീണ്ടും ചെല്ലും. അപ്പൊ തങ്ങൾ മറ്റൊന്ന് പറയും, പിന്നെ ചെല്ലുമ്പോ വേറൊന്ന് പറയും. അവസാനം ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കും. ഓൻ തങ്ങളെ കുറിച്ച് വലിയ കറാമത്തുള്ളവനെ വിശ്വസിക്കും, തങ്ങളെ മുരീദായി മാറും. അവസാനം ആ നാട്ടിൽ ആർക്കെന്ത് അസുഖം വന്നാലും ഈ തങ്ങളടുത്തേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏജന്റായി ഇവൻ അറിയാതെ ഇവൻ മാറും. ശിർക്കിൽ പോയി പെട്ടുകഴിഞ്ഞു. ഇങ്ങനെ ശിർക്കിനെ കൊണ്ടുവരാൻ, ഇവനെ വലിയാക്കി മാറ്റാൻ വേണ്ടി പല കുതന്ത്രങ്ങൾ അവൻ പ്രയോഗിക്കും. അതിൽപ്പെട്ടതാ വ്യഭിചാരം, അതിൽപ്പെട്ടതാ മദ്യപാനം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മറ്റൊരായത്തിൽ കാണാം, പിശാച് മനുഷ്യനോട് പറയും നീ കാഫിറാകണമെന്ന് പറയും. അവൻ കാഫിറാകുമ്പോൾ പിശാച് ഒഴിഞ്ഞു പോകും. ആയത്തിന് തഫ്സീറുകളിൽ കാണാം, മുൻഗാമികളിൽപ്പെട്ടൊരു പണ്ഡിതനെ പറ്റി അല്ലാഹു റസൂൽ വിശദീകരിച്ചത്. അയാള് അല്ലാഹുവിന്റെ കൂടുന്ന മനുഷ്യൻ, അയാളോട് കൊലപാതകം നടത്താൻ പിശാച് ആവശ്യപ്പെട്ടു, തയ്യാറായില്ല. അതേപോലെ ശിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു, തയ്യാറായില്ല. അവസാനം മദ്യപിക്കാൻ ആവശ്യപ്പെട്ടു, തയ്യാറായില്ല. അവസാനം പിശാച് ഉപയോഗപ്പെടുത്തിയത് എന്താ? ഒരു വേശ്യയായ പെണ്ണിനെ ഇയാളുടെ സമീപത്തേക്ക് പിശാച് വിടുന്നു. ആ വേശ്യയായ പെണ്ണ് ഇയാളുടെ മുമ്പിൽ വന്ന് ഇയാളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമൊക്കെ തിരിഞ്ഞു പോകുന്നു. അവസാനം ഇവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇയാൾ സന്നദ്ധനാകുന്നു. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സന്നദ്ധമാകുമ്പോൾ അതോടുകൂടി ഇയാൾ ഒരു തിന്മയിൽ വന്ന് മുഴുകുന്നു. ചില സംഭവങ്ങളിൽ ഇയാൾ അതിന് തയ്യാറായില്ല എന്നും ഇവൾ ചെന്ന് മറ്റൊരാളുമായി ലൈംഗിക വീഴ്ച നടത്തിയെന്നും അങ്ങനെ ഗർഭിണിയായി വന്നിട്ട് ഇവൾ ഇയാളോട് പറഞ്ഞു, താങ്കളുടേതാണ് ഈ കുഞ്ഞ്, എന്റെ ഗർഭത്തിലെ കുഞ്ഞ് താങ്കളുടേതാണ്. ഇത് പുറം ലോകമറിഞ്ഞാൽ നിങ്ങളുടെ ഈ തഖ്വയും നിങ്ങളുടെ ഈ ഭക്തിയും അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എന്താ വേണ്ടത്? അവസാനം ഇയാൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ കൊല്ലാനും അതേപോലെ പെണ്ണിനെ കൊല്ലാനും മദ്യപിക്കാനും വ്യഭിചരിക്കാനും വരെ ഇയാൾ തയ്യാറായി. അവസാനം ഇയാളുടെ മുമ്പിൽ പിശാച് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, താങ്കളിതാ പിടിക്കപ്പെടാൻ പോകുകയാണ്. താങ്കൾ ചെയ്ത ഈ കൊലപാതകവും താങ്കൾ ചെയ്ത വ്യഭിചാരവും എല്ലാം പുറം ലോകമറിഞ്ഞു കഴിഞ്ഞു. അവളുടെ അവകാശികൾ താങ്കളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടണോ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തോളൂ. ഇയാൾ നിവൃത്തില്ല, സുജൂദും ചെയ്തു. പിശാച് പറയും, ഇനി എനിക്കെന്നെ ആവശ്യമില്ല, ഗാഫിറായല്ലോ, മുശ്രിക്കായല്ലോ, ഇനി എനിക്കെന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി എന്ന് തഫ്സീറുകളിൽ കാണാം. അതാ ശിർക്ക് കൊണ്ടുപോയി ചാടിക്കാള പണികൾ, അതാ വസിയത്തു ശിർക്ക്. അങ്ങനെ ഇസ്തിംതാഴ് പലതുണ്ട് എന്ന് ഞാൻ അവിടെ വിശദീകരിച്ചു. മാത്രവുമല്ല, അപ്പ ചില മനുഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആയത്തിന്റെ ബാക്കി ഭാഗത്തെന്താ? ഖാലന്നാറു മസ്വാക്കും, നിങ്ങളുടെ വാസസ്ഥലം സങ്കേതം നരകമാണ്, ഖാലിദിന ഫിഹാ, ശാശ്വതരാണ് എന്നല്ലേ? നരകത്തിൽ ശാശ്വതരാകരാരാ? ശിർക്ക് ചെയ്തവരാണല്ലോ. അതുകൊണ്ട് ഈ ഇസ്തിംതാ ശിർക്കാന്ന് മനസ്സിലായില്ലേ? അവിടെയാ തൊട്ടുടനെ അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മാഷാ അല്ലാഹ്, നരകത്തിൽ ശാശ്വതരാണെന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചവർ ഒഴികെ. അതെന്തിനാ പറഞ്ഞത്? ഒരുപാട് ചർച്ചകൾ തഫ്സീറുകളിൽ കാണാം, പല അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ കാണാം. എന്തിനാണ് ഇവിടെ ഈ ഇല്ലാ മാഷാ അല്ലാഹ് പറഞ്ഞത്? അതിന് പ്രധാനപ്പെട്ട 2 അഭിപ്രായം. ഒന്ന്, ഈ പറഞ്ഞ ഔലിയായിനെ കുറിച്ചാണെങ്കിൽ, ജിന്നിനെ വലിയായി സ്വീകരിച്ച, ജിന്നിനെ പൂജിച്ച, ജിന്നിനെ ആരാധിച്ച, ജിന്നിന്റെ വലിയായി മാറിയ ഇൻസിനെ പറ്റിയാണ് ഇല്ലാ മാഷാ അല്ലാഹ് എങ്കിൽ അതിനർത്ഥം എന്താ? അവന്റെ ഖബർ ജീവിതത്തിന്റെ കാലഘട്ടമോ
നരകത്തിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പുള്ള കാലമോ ഒക്കെ ആയിരിക്കാം അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന പദം കൊണ്ട് ഉദ്ദേശം. നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാശ്വതൻ. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളായിരിക്കാം ഒരു പക്ഷെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അൽ ഇസ്തിസ്നാഉ ഈ ഒഴിവാക്കി പറഞ്ഞതുണ്ടല്ലോ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് അത് ലി അഹ്ലിൽ ഈമാൻ, ഈമാനിന്റെ അഹ്ലുകാരെ പറ്റിയാണ്. ഈമാന്റെ അഹ്ലുകാരെ പറ്റിയാണ്. അപ്പൊ ശിർക്കായ ഇസ്തിംതാ ആണെങ്കിൽ പിന്നെ ഓനെ പറ്റി ഈമാൻ അഹ്ലുകാർ എന്ന് പറയോ? ഓന് ഒഴിവുണ്ടോ? ഓൻ രക്ഷപ്പെടോ? ഇല്ല. ശിർക്ക് ചെയ്താൽ സ്വർഗ്ഗം ഹറാമാണല്ലോ. അപ്പൊ ഈമാന്റെ അഹ്ലുകാർ അവർ ചെയ്ത ഇസ്തിംതാ അതിനെ കുറിച്ചായിരിക്കാം ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. ഫമാ അലാ ഹദാ ബിമഅനാ മൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇല്ലാ മാഷാ അല്ലാഹ് എന്നത് ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്ന അർത്ഥത്തിലാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിശദീകരണം. അല്ലാഹ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉദ്ദേശിച്ചവർ ഒഴികെ. ആ ഉദ്ദേശിച്ചവരാരാ? അഹ്ലുൽ ഈമാൻ, ഈമാനിന്റെ അഹ്ലുകാർ, ഈമാനിന്റെ ആളുകൾ. അത് തന്നെ ഫത്ഹുൽ ഖദീറിൽ കാണാം, അത് തന്നെ ഇബ്നു കസീറിൽ കാണാം. അവരൊക്കെ അതേ വ്യാഖ്യാനം തന്നെ കൊടുത്തു. ഇബ്നു കസീറിലും അതേ വ്യാഖ്യാനം തന്നെ കൊടുത്തു. അഹ്ലുൽ ഈമാൻ എന്നും അതേപോലെ അഹ്ലുൽ തൗഹീദ് എന്നുമുള്ള ആശയമാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ കൊടുത്തത്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ് എന്നത് ഞാൻ വിശദമായി സൂറത്ത് ഹൂദിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് അദ്ദേഹം മാറ്റിവെച്ചു. എന്നിട്ട് ആ ആയത്തെത്തിയപ്പോഴോ അദ്ദേഹം പറഞ്ഞു ഇവിടെ പറഞ്ഞ ഈ ഇല്ലാ മാഷാ അല്ലാഹ് ഉണ്ടല്ലോ അത് ആരെ കുറിച്ചാണ്, അത് എന്താണ്, അത് ആരിലേക്കാണ് എന്ന് വിശദീകരിക്കുമ്പോൾ അവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊടുത്ത വ്യാഖ്യാനം എന്താ? അത് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഔലിയായിനെ പറ്റി ആയിരിക്കാം എന്ന് പറഞ്ഞെങ്കിലും ശേഷം അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ അവിടെ കാണാം. ഖാലിദ് ഇബ്നു മഅദാൻ, ദഹാഖ്, ഖതാദ, ഇബ്നു സിനാൻ തുടങ്ങിയവരെല്ലാം ഉദ്ധരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ അദ്ദേഹം പറയാണ് ഇവരൊക്കെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തില് ഈ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് അൽ ഉസാത്ത് മിൻ അഹ്ലി തൗഹീദി, തൗഹീദിന്റെ അഹ്ലുകാരായ പാപികൾ, തൗഹീദിന്റെ അഹ്ലുകാരായ പാപികൾ അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ തൗഹീദുള്ളവനെ കിട്ടുന്ന ചില ഇസ്തിംതാ ഉണ്ട്, തൗഹീദുള്ളവനെ കിട്ടുന്ന ചില ഇസ്തിംതാ ഉണ്ട്. അതെന്തിനാ ഓന ഇസ്തിംതാഴ്? ഓനെ തൗഹീദ് തെറ്റിച്ചു കൊണ്ടുപോയി ശിർക്കിലേക്ക് അകപ്പെടുത്താൻ, ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ പിശാചിന് ഉപകാരങ്ങൾ ചെയ്യും. അത് ഏറ്റവും വിശദമായി പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബാണ്. അപ്പൊ ഈ തഫ്സീർ ഞാൻ വായിച്ചു, ഖുർത്തുബി ഞാൻ വായിച്ചു, എന്നിട്ട് ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഖുർത്തുബിലില്ലേ നിങ്ങൾ പറയൂ, ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പറയൂ, ഈ മദ്യപാനം ഈ വ്യഭിചാരം ശിർക്കാണോ നിങ്ങൾ പറയൂ, ഖുർത്തുബി കൈവശമില്ലേ ഞാൻ തരാം നിങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞ് ഖുർത്തുബി തരാമെന്ന് പറഞ്ഞ് വെച്ച് നീട്ടി. നാസസുല്ലം ഏതായാലും വാങ്ങൂല, എന്നെ മൂപ്പയ്ക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കുറുക്കൻ ആമട്ടിയ പോലെ എന്നല്ലാതെ മൂപ്പയ്ക്ക് എന്ത് ഖുർത്തുബി? ഞാൻ ഒപ്പ രണ്ടാളുണ്ടല്ലോ, സഹായി എന്നും പറഞ്ഞ കിതാബ് എടുക്കാന്നും പറഞ്ഞിട്ട് രണ്ടാളെ കൊണ്ടുവന്നത്. ആ രണ്ടാളെങ്കിലും വാങ്ങിയോ? ഇല്ല. കണ്ടോളൂ നിങ്ങള്, ഖുർത്തുബി തരാമെന്ന് പറഞ്ഞ് അവിടെ ഓഫർ ചെയ്യുന്ന ഭാഗം ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാ. എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ ഖുർത്തുബി ഞാൻ തരാം, ഖുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം ഖുർത്തുബിയിലില്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ സിനയുമായി ബന്ധപ്പെട്ട്, ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തിംതാഇന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ശിർക്കാണോ, ഈ മദ്യപാനം ശിർക്കാണോ, ഈ വ്യഭിചാരം ശിർക്കാണോ? അത് ദുർവ്യാഖ്യാനാണ്. ധൈര്യണ്ടോ? ഖുർത്തുബി ഇതാ തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ ഖുർത്തുബി, വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. അല്ലെങ്കിൽ സാലിസ് പറഞ്ഞ പോലെ എന്ത് ഖുർത്തുബി തോട്ട് കയറിനാള് എന്ന് പറയൂ. അപ്പൊ ഞാൻ മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം. കണ്ടോ, ഇത്ര വ്യക്തമായി പറഞ്ഞു ഖുർത്തുബി നിങ്ങൾ വായിക്കൂ, നിങ്ങൾ പറയൂ. ഞാൻ ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ നിങ്ങൾ പറയൂ. പറഞ്ഞില്ല. ഖുർത്തുബി വാങ്ങിയോ? വാങ്ങിയില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ പുറത്തിറങ്ങിയിട്ട് തമ്മിൽ താങ്ങാൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെട്ട് ആലോചിക്കും ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നുമില്ല, ദുർവ്യാഖ്യാനിച്ചു എന്നാണ് പറയാ. അതാ തൽക്കാലം രക്ഷപ്പെടാൻ നല്ലത്.
ഞാൻ പറഞ്ഞു ഞാൻ അതല്ല, സാലിഷ് പറഞ്ഞ പോലെ തോട്ടിക്കറിയാൻ പറയാണോ? എന്നാ അത് പറയില്ല. അതെന്താ സംഗതി അറിയാത്തോണ്ടാകും. പന്നിപ്പാടയിൽ വെച്ച് സാലിഷ് പാടാന പള്ളിയുമായി ഒരു സംവാദം നടന്നു ഫെബ്രുവരി 14. അന്ന് സാലിഷ് ഒരു ഫത്വയുമായി വന്നു. ആലു ശൈഖിന്റെ ഫത്വ വിശദമായ ശേഷം വരുന്നുണ്ട്. ആ ഫത്വയിൽ അയാൾ വായിച്ചു, ജിന്നിനോട് സഹായം ചോദിക്കുന്ന ഘട്ടങ്ങളിൽ ചില രംഗത്ത് ശിർക്കായതും വസീലയായതുമുണ്ട് എന്ന് മൂപ്പരറിയാതെ വായിച്ചു പോയി ആലു ശൈഖിന്റെ കിതാബിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വായിച്ച ഫത്വ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ സാലിഷ് പറഞ്ഞത് അത് തോട്ടിക്കരണം. കണ്ടോ നിങ്ങള്, തോട്ടിക്കരണം. എന്നെ സംബന്ധിച്ച് ഞാനിത് അംഗീകരിച്ചിട്ടാ ഞാൻ മൂപ്പരോട് ഇതാ ഒരു ഫത്വണ്ട് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞത് എന്താ, എനിക്ക് ആദ്യമേ തന്നെ തോന്നിയിരുന്നു ആലു ശൈഖിന്റെ ഈ ഫത്വ തോട്ടിലേക്കുള്ളതാണ്, അതിനർഹത അത്ര ഉള്ളൂ, ആ തോട്ടിലേക്കുള്ളത് എന്ന് എന്റെ ധാരണ. അപ്പൊ കണ്ടോ, ആലു ശൈഖിന്റെ ഫത്വ അത് തോട്ടിക്കുള്ളതാണ്. ഞാൻ ആദ്യേ ആലോചിച്ചിരുന്നു. എന്നാലും ഉസ്മാൻ സാഹിബ് ഈ ബുക്കില് ഇസ്തിംതാഴ് വിശദീകരിച്ച കൂട്ടത്തിൽ ഉസ്മാൻ സാഹിബ് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ വായിക്കാം. ഏതെല്ലാം കോലത്ത് ഇസ്തിംതാഴ് കിട്ടുന്ന അവിടെ പറയാം. പണ്ഡിതന്മാര് അതേപോലെ മുസ്ലിയാക്കന്മാര് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്തെയും അവർക്ക് പല പ്രേരണയും കിട്ടും. അതിന് ഉസ്മാൻ സാഹിബ് പറയാ, ജിന്നിനെയും ജിന്നിൽ നിന്നുള്ള പിശാചുക്കളെയും നിഷേധിക്കുന്നവർക്ക്, ഖുർആനിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങള് ദുർവ്യാഖ്യാനം ചെയ്ത് മാറ്റിമറിക്കുന്നവർക്ക് പൈശാചിക പ്രേരണകൾ വരുമ്പോൾ ഓർമ്മിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒന്നും ഉണ്ടായിരിക്കയില്ലല്ലോ. അതെല്ലാം അവരുടെ മാനസിക പ്രവർത്തനങ്ങളും ചിന്തകളുമായി അവർ കാണുകയുള്ളൂ. ശേഷം പറയുന്നു, യഥാർത്ഥത്തിൽ ഈ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും ഇത് മഹത്താണെന്നും ശാസ്ത്രീയമാണെന്നും അവരെ മനസ്സുകൾ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പിശാചു തന്നെയാണ്. പിശാചിന്റെ സഹോദരങ്ങളായി മാറുന്ന ഇത്തരക്കാർ വിരമിക്കാതെ മുന്നോട്ട് പോകുന്നു. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തും, ഇനി ശ്രദ്ധിക്കുക, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തും ഹദീസുകൾ തോട്ടിലെറിയാനും ഇസ്ലാമിനെ ആകെ മാറ്റിമറിക്കാനുമെല്ലാമുള്ള സംരംഭങ്ങളുമായി പ്രസംഗിച്ചും എഴുതിയും നടക്കുന്ന ഇവരും ഇവരുടെ കൂട്ടാളികളായ പിശാചുക്കളും തമ്മിൽ ബോധനം നടത്തിക്കൊണ്ട് ദുർമാർഗത്തിൽ നിന്ന് വിരമിക്കാതെ വിഹരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? തോട്ടിക്കറിയാൻ പറഞ്ഞാല് അതും ഇസ്തിംതാ ആണ് പറഞ്ഞത്. ഒരു ആയത്ത് ഓതുമ്പോ ഒരു ഹദീസ് പറയുമ്പോ അതൊക്കെ തോട്ടിക്കരടോ എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ഈ ഉപകാരമെടുക്കലാണ്, അതും ഈ ഇസ്തിംതാ ആണ്, അതും പരസ്പരമുള്ള ഈ ആനന്ദമാണ്. ഉസ്മാൻ സാഹിബ് ഈ ബുക്കിന്റെ 24-ാമത്തെ പേജില് അതാ ഞാൻ പറഞ്ഞത്. ശിർക്കല്ലാത്തതുണ്ട് പറഞ്ഞത്. ശിർക്കല്ലാത്തതുണ്ട്, പല സൈസ് ഇസ്തിംതാ ഉണ്ട്. മാത്രമല്ല ഈ ആയത്ത് തന്നെ ഉസ്മാൻ സാഹിബ് ഈ പുസ്തകത്തിന്റെ 82-ാമത്തെ പേജ് മുതൽ വിശദമായി പറയുന്നു. മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിന്റെ 82-ാമത്തെ പേജ് മുതൽ ഉസ്മാൻ സാഹിബ് പറയുന്നു, മനുഷ്യനും ജിന്നും തമ്മിൽ ഉപയോഗപ്പെടുത്തുകയോ ആസ്വദിക്കുകയോ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിച്ചതിനെ സംബന്ധിച്ച് പരലോകത്ത് അവരോട് ചോദ്യം ചെയ്യുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കുക എന്നൊരു ആയത്ത് കൊടുത്തു. അൻആമിലെ 128-ാമത്തെ ആയത്ത്. ശേഷം അദ്ദേഹം പറയാ, പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന ഈ സംഭവം അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നതിൽ നിന്നും പലതും നമുക്ക് പഠിക്കുവാനുണ്ട്. ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കൾ മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ നടത്തുന്ന ഭഗീരഥ ശ്രമങ്ങൾ വളരെയധികം മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതിൽ വിജയിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ സാഹിബ് ശേഷം പറയുന്നു, എന്നാൽ ലോക ജീവിതത്തിന്റെ ലഹരിയിൽപ്പെട്ട് തമ്മിൽ ആസ്വദിച്ചുകൊണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അവർ പരലോക ജീവിതത്തെ മറന്നുകൊണ്ട്, പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ മറന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഫലമായി പരലോക ജീവിതത്തിൽ അറ്റമില്ലാത്ത ഖേദത്തിൽ അകപ്പെടുന്നതാണ്. എന്നാൽ ഇവിടെ തമ്മിൽ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഇസ്തിംതാഴ് പല വിധത്തിലുണ്ട്. KNMന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയുന്നു, ഈ ഇസ്തിംതാഴ് പല വിധത്തിലുണ്ട്. പിശാചിന്റെ മിത്രങ്ങളുടെ അഥവാ ഔലിയാ ശൈത്വാൻ നിലവാരമനുസരിച്ചാണ് ഈ പരസ്പര ബന്ധത്തിന്റെ നിലവാരവും.
പിശാചിന്റെ മിത്രമാകുന്നോടെ നിലവാരം എന്തോ ഓരോ നിലവാരം കൂടുമ്പോ കിട്ടുന്ന ഉപകാരവും കൂടും, നിലവാരം കുറയുമ്പോ കിട്ടുന്ന ഉപകാരവും കുറയും. പലതരം ഇസ്തിംതാ ഉണ്ട്. എന്നിട്ട് പറയാം, സാധാരണ നിലക്ക് പൈശാചിക പ്രേരണക്ക് വശംബദരായി കളവ്, വ്യഭിചാരം, ചൂതുകളി, മദ്യപാനം മുതലായ പാപങ്ങളിൽ വ്യാപൃതരാകുന്ന പിശാചിന്റെ താഴെ കിടക്കുന്ന മിത്രങ്ങൾക്ക് കിട്ടുന്ന ആസ്വാദനവും ഉപകാരവും പരിമിതമാണ്. മദ്യപാനം, വ്യഭിചാരം, ചൂതുകളൊക്കെ ആണെങ്കിൽ അതിന് ചെറിയ ഇസ്തിംതാഴെ ഉണ്ടാവുള്ളൂ. എന്നാൽ അതിന് ഒരുപാട് വിശദീകരണം കൊടുത്തു. അവസാനം കളവും വ്യഭിചാരവും എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, എന്നാൽ പിശാചിന്റെ ഇത്തരം മിത്രങ്ങൾക്ക് പിശാചിന്റെ പ്രത്യേക സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഈ ഇസ്തിംതാഴെ ഉണ്ടാവുള്ളൂ, പ്രത്യേക സഹായം കിട്ടൂല. പ്രത്യേക സഹായം കിട്ടാൻ എന്ത് വേണം? പക്ഷേ പിശാചിന്റെ ഉയർന്ന തരം മിത്രങ്ങളുണ്ട്. ആരാധനയുടെ കാര്യത്തിൽ പിശാചിന്റെ പ്രേരണകൾ സ്വീകരിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും പിശാചിനെ തന്നെ ആരാധിക്കുന്ന നിലയിൽ എത്തുകയും ചെയ്തിട്ടുള്ള ഇത്തരം ഔലിയാക്കൾക്ക് ചിലപ്പോൾ പിശാചിന്റെ കറാമത്തുകളും ഉണ്ടായേക്കും. ഇത്തരം പൈശാചിക സഹായങ്ങൾ ദൈവികമാണെന്ന് അവരും ജനങ്ങളും തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ബിദ്അത്തിന്റെ ആളുകൾക്കും ത്വരീഖത്തുകാർക്കും അള്ളാഹും പ്രവാചകനും ശറഅാക്കാത്ത നിലയിലുള്ള ആരാധനയിലും മറ്റും വ്യാപൃതരാകുന്നവർക്കും പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കറാമത്തുകൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ബിംബാരാധകർക്കും അദ്വൈത സന്യാസികൾക്കും വഹദത്തുൽ വുജൂദിന്റെ സൂഫികൾക്കുമെല്ലാം ജിന്നിൽ നിന്നുള്ള ശൈത്താനിൽ നിന്നുള്ള ഉപകാരങ്ങൾ അവരുടെ ശൈത്താനുമായുള്ള മിത്രതയുടെ തോതനുസരിച്ച് ലഭിച്ചേക്കും. മൂർത്തികളെയും ചാത്തന്മാരെയും ചേക്കുട്ടിപ്പാപ്പയെയും എല്ലാം പൂജിക്കുന്ന താഴേക്കിടയുള്ളവർക്ക് ചെറിയ തോതിലുള്ള ഉപകാരങ്ങൾ ലഭിച്ചേക്കും. പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിലേക്ക് ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. അപ്പൊ കണ്ടോ, ഈ ആയത്ത് പറഞ്ഞിട്ടാ പറഞ്ഞത്. അൻആം സൂറത്തിലെ 128-ാമത്തെ ആയത്ത് വെച്ചിട്ടാണ് ഉസ്മാൻ സാഹിബ് പറഞ്ഞത് ഈ ഇസ്തിംതാഴ് പല വിധമുണ്ട്. ഞാൻ പറഞ്ഞത് ദുർവ്യാഖ്യാനാണെങ്കിൽ ആ ദുർവ്യാഖ്യാനത്തിന് എനിക്കുള്ള മാതൃക ആരാ? ഒരുപാട് മാതൃകളിൽ ഒന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ്. പക്ഷെ മൂപ്പര് ഗവൺമെന്റ് പ്രസിഡന്റ് ആയിരുന്നു. മൂപ്പരെ കുറിച്ച് ഒരാളും ജിന്നൂരി എന്ന് പറഞ്ഞിട്ടില്ല, മൂപ്പരിന് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ വക ആരോപണങ്ങളോ ആ വക ആക്ഷേപങ്ങളോ അവിടെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ വ്യക്തമായി അന്ന് കിതാബ് വായിച്ച് തഫ്സീർ വായിച്ച് സ്വഹാബിമാരെ പറഞ്ഞ് ഈ താബിഴി വേണോ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞ് വ്യക്തമായി കൊടുത്തിട്ടും അവിടെ പറയാൻ കഴിയാത്തവർ കോടതി പിന്നിട്ട് പിന്നെ വാദ ഓർമ്മ ഇങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല സുല്ലമി, കാര്യമില്ല സുല്ലമി. പിന്നെ ഹംസവാക്കവി പറഞ്ഞു എന്ന് കേട്ടു. ഞാൻ ഓനോട് അപ്പോഴേ പറഞ്ഞിരുന്നു കുറച്ച് നോക്കി പഠിച്ചു പോയിക്കോന്ന്. അത് ഓൻ കേട്ടില്ല. ഞാൻ കുറച്ച് വിഭാഗത്തൊക്കെ എഴുതി കൊടുത്തിരുന്നു, അത് ഓനിട്ട് വായിക്കാനും കഴിയില്ല. പിന്നെ നിവൃത്തില്ല. നീ വായിച്ചിരുന്നെങ്കിലോ ഇതിലും വലിയ അപകടമായിരിക്കും. അതുകൊണ്ടായിരിക്കും വായിക്കാത്തത്. അപ്പൊ ഏതായാലും എന്റെ വക ഒരു ദുർവ്യാഖ്യാനവും ഞാൻ നൽകിയിട്ടില്ല. പിന്നെ ചില പ്രശ്നം എന്താ അറിയോ, അങ്ങനെയാണെങ്കിൽ അമാനി മൗലവി അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ. അതാണ് പിന്നുള്ളൊരു പ്രശ്നം. അമാനി മൗലവി പറഞ്ഞില്ലല്ലോ. അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാകാത്തോണ്ടാ. അദ്ദേഹം അവിടെ വായിച്ചു അമാനി പരിഭാഷ, ഞാൻ തിരിച്ചു വായിച്ചു കൊടുത്തു. അമാനി മൗലവി എന്താ പറഞ്ഞത് വ്യാഖ്യാനിച്ചു കൊടുത്തു. പിന്നെ മൂപ്പര് മിണ്ടിയില്ല. ഇനിയിപ്പോ അമാനി മൗലവി ഒരു സംഗതി പറഞ്ഞിട്ടില്ല വിചാരിക്കാം, എന്നാ ഉണ്ടാവൂലെന്നാ. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അവതരിക്കാനുള്ള പശ്ചാത്തലങ്ങൾ ഒട്ടുമിക്ക തഫ്സീറിലും കാണാം. എന്താ അത്? അല്ലാഹുവിന്റെ റസൂലിന് ജൂതനായ മനുഷ്യൻ സിഹ്ർ ചെയ്തു. ഈത്തപ്പനയുടെ പോളയും വാർന്നിട്ട മുടിയും ചീർപ്പും ഉപയോഗിച്ചുകൊണ്ട് ജൂതനായ ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന മനുഷ്യൻ സിഹ്ർ ചെയ്തു. 11 കെട്ടുകൾ അവൻ അതിൽ ഇട്ടു. അതിൽ നിന്ന് മുക്തി നേടാനായി അല്ലാഹു തആല ഫലഖും നാസും എന്ന സൂറത്ത് അവതരിപ്പിച്ചു കൊടുത്തു. ഇത് ഓതാൻ പറഞ്ഞു. അതാണ് ഖുൽ എന്ന് പറഞ്ഞു തുടങ്ങി. ഖുൽ നബിയെ പറയൂ, അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പറയൂ നബിയെ അഊദു ബിറബ്ബിൻ നാസ്. 11 ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ കെട്ടഴിഞ്ഞു. 11 ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ 11ാമത്തെ കെട്ടുമഴിഞ്ഞു. നബി തങ്ങൾക്ക് ആശ്വാസമായി. അമാനി പരിഭാഷയിലുണ്ടോ ആ വിശദീകരണം? അമാനി പരിഭാഷയിലുണ്ടോ ആ വിശദീകരണം? അതിൽ ആ വിശദീകരണം ഇല്ല എന്നുകൊണ്ട് ആ സംഗതി ശരിയല്ല എന്ന് നമ്മൾ പറയൂ? ഇല്ല. മുസ്ലിം ലോകം ഒന്നാകെ സ്വീകരിച്ചു പോകുന്ന ഒട്ടുമിക്ക തഫ്സീറിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അമാനി പരിഭാഷയിൽ കാണില്ല, അതോട് സ്വീകരിക്കൂല എന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു മാസക്കാലം 5 വക്തിലും ഖുനൂത്ത് ഓതി.
സുബഹിയിൽ മാത്രമായി നബി ഒരു ഖുനൂത്ത് ഓതിയിട്ടില്ല. 5 വഖ്തിലും ഖുനൂത്ത് ഓതി. എന്തേ കാരണം? ഏതാനും സഹാബിമാരെ കൂട്ടിക്കൊണ്ടുപോയി ശത്രുക്കൾ കൊന്നുകളഞ്ഞു. അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് നബി തങ്ങൾ 5 വഖ്തിലും ഖുനൂത്ത് ഓതി. അവസാനം അല്ലാഹ് ആയത്തിറക്കി, ലൈസ ലക മിനൽ അംരി ശൈ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആലി ഇംറാനിലെ ആയത്ത്. നബിയെ, താങ്കൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി. റബ്ബേ പോലെ നശിപ്പിക്കണേ, റബ്ബേ പോലെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ ആയത്തിറക്കി. ആ ആയത്തിലെ വ്യാഖ്യാനത്തിൽ അമാനി മൊഴി പറഞ്ഞിട്ടുണ്ടോ സംഭവം? ഇല്ല. അതുകൊണ്ട് സംഭവമില്ലാന്ന ബുഖാരി ഇമാം അടക്കം മുദ്രിച്ച സംഭവങ്ങളാണ്. അപ്പൊ അമാനിയിലില്ല, അമാനി പരിഭാഷയിൽ ഇല്ലെങ്കിലും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾ സ്വഹീഹായതിനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് സ്വീകാര്യം തന്നെ. ഞാൻ അമാനി മൊഴി പറഞ്ഞതെന്താ? അമാനി മൗലി പറഞ്ഞത് ജിന്നുവർഗക്കാരായ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗവും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊണ്ടിരിക്കുമെന്നും. അതും ഇസ്തിംതാ. എന്ത്? ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. അത് ശിർക്കാണോ? അല്ല. പിന്നെയോ, മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാചിന്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ച് അറിയിക്കാറുള്ളതാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ സാരം. ഇത് മാത്രമാണെന്നല്ല, ഇതൊക്കെയാണ്. ഏതൊക്കെ? ദുർനടപ്പുകളും തെറ്റായ പ്രവൃത്തികളും അലങ്കാരമായി കാണിച്ചു കൊടുക്കുന്നു, അത് ഓൻ ചെയ്യുന്നു, അത് ഉപയോഗപ്പെടുത്തലാണ്. ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നു, അവർക്ക് അദൃശ്യ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ അവരെ ആരാധിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അതും ഇസ്തിംതാ ആണ്. അപ്പൊ രണ്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ സാരം. അത് അവിടുന്ന് തന്നെ വായിച്ചു കൊടുത്തു നമ്മള്. പക്ഷെ മൂപ്പര് പിന്നെ മിണ്ടിയില്ല. അപ്പൊ ഏതായാലും എന്റെ വക ഒരൊറ്റ വ്യാഖ്യാനവും നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ആവർത്തിച്ച് അവിടെ ചോദിച്ചു, പറയൂ നിങ്ങൾ. എന്നിട്ട് എന്തെല്ലാം പുറത്തിറങ്ങിയിട്ട് എന്തെല്ലാം കുപ്രചാരങ്ങൾ നെറ്റിലും ഫേസ്ബുക്കിലുമൊക്കെ ചില ഡോക്ടർമാര് ഇപ്പൊ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ആരാണ് ഫൈസൽ മുസ്ലിയാർ എന്ന് ഫേസ്ബുക്കിൽ കയറിയാകാണ് വലിയൊരു പരസ്യം. അപ്പൊ ഏതാ ഞാനൊരു മോശക്കാരനല്ലാതെ അത് വായിക്കണമെന്ന് മനസ്സിലാവും. ആ രൂപത്തിൽ കണ്ടോളികൾ. ഫേസ്ബുക്കിൽ അവരിട്ട ആ ഒരു സാധനം എന്റെ ഫോട്ടോ ആൾക്കാൻ കൊടുത്തിട്ട് ആരാണ് ഫൈസൽ മുസ്ലിയാർ, വിട്ടതാരാ, അയാളെ ഫോട്ടോ മേലുണ്ട്, ഷെയർ ചെയ്തോന്റെ ഫോട്ടോ മേലുണ്ട്, ഡോക്ടർ അബ്ദുൽ മജീദ് സ്വലാഹി. അപ്പൊ ഉറപ്പായി അഡ്വക്കമറ്റിന്റെ പിന്നെ ഭാരവാഹിയാകാൻ ആള് ഫിറ്റാണ്. പ്രസിഡന്റ് തന്നെയാണല്ലോ. എന്താ പറഞ്ഞത്? ആരാ ഫൈസൽ മുസ്ലിയാർ? ആദ്യം ഖുറാഫിയാവുകയും പിന്നെ മുജാഹിദ് കടന്നു വരികയും ഇപ്പോൾ പഴയ ഖുറാഫത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാള്. അതാണ് ഒന്നാമത്തെ സിഫത്ത്. അത് ഞാൻ കാണിച്ചു തരാം, ആരാ ഖുറാഫത്ത് പ്രചരിപ്പിക്കുന്നത്. പിന്നെ ചെറിയ ശമ്പളക്കാരായ ഫൈസൽ മുസ്ലിയാര് ഈയിടെയാണ് 80 ലക്ഷത്തിന്റെ സ്വത്ത് വാങ്ങിയത്. ഇനിയിപ്പോ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് പൈസ കമ്മിയുണ്ട്, അത് മൂപ്പര് തരുമെന്നാവാ. ആന ഞാൻ വാങ്ങി, പക്ഷെ തോട്ടി വാങ്ങാൻ പൈസ ഇല്ല. അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് കാശ് വേണം. ഇപ്പൊ ഏതായാലും പ്രമാണിമാരെ ഒപ്പുണ്ടല്ലോ, കൊടുത്തയക്കോന്നറിയില്ല. 80 ലക്ഷത്തിന്റെ സ്വത്ത് ഞാൻ വാങ്ങി. പിന്നെ വേങ്ങര പീസ് സ്കൂളില് 1 കോടി രൂപയുടെ ഷെയറുമുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ ഞാൻ അത്ര മോശക്കാരല്ലാന്ന്. ഈ ചേരും കൊണ്ട് നടക്കുന്നത് കാണണ്ട സംഗതി അതിനപ്പുറത്ത് ഒരുപാടുണ്ട്. അതിന് അക്ബർ സാഹിബിനെ ചോദിച്ചാൽ മതി, ഇപ്പൊ അറിഞ്ഞുകൂടായില്ല അവിടെ എത്ര ഷെയർ ഉണ്ട്. യഥാർത്ഥത്തില് 110 ഷെയർ വാങ്ങിയിട്ട് ആ സാറ് ഉണ്ടാക്കണത്. അത് ഉണ്ടാക്കാൻ മുമ്പ് കഴിഞ്ഞ ആള് ഞാനാ, ശരിയാ. പക്ഷെ എനിക്ക് 1 കോടി ഷെയർ ഉണ്ട് എന്നാ. പിന്നെ മഞ്ഞപ്പത്തം പിടിച്ചാൽ അങ്ങനെയാണല്ലോ, ഒരു കാണുന്നതൊക്കെ മഞ്ഞയായി മാറും. ആയിക്കോട്ടെ, ആ ധാരണ നമ്മൾ പൊളിക്കുന്നില്ല. സാധാരണ പണ്ട് ഖുറാഫിയാക്കുന്ന ധാരണ ഓലിങ്ങനെ പറയും, വഹാബിയാക്ക് ഭയങ്കര പൈസ ഇട്ട് നമ്മൾ കാണുന്ന പോലെന്നല്ല, ഓരത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് ഓല് പറഞ്ഞു. ഇപ്പൊ ആ തോന്നൽ പൊലിക്കുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുക, ആളുകൾ
വ്യാപകമായി അതെടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. എവിടുന്ന് കിട്ടി നിങ്ങൾക്കത്? എന്താ നിങ്ങൾക്ക് രേഖയുള്ളത്? എന്താ തെളിവുള്ളത് എന്ന് ചോദിച്ച് അദ്ദേഹത്തിന് പിന്നാലെ കൂടി. ഇന്നലെ മുതൽ മൂപ്പര് ഫേസ്ബുക്കിൽ ചെറിയൊരു ക്ഷമാപണം, എന്താ ഞാൻ ഷെയർ ചെയ്തതല്ല. പിന്നെ ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ആവുമ്പോൾ നേരെ കണ്ടത് മൂപ്പരെ ഫോട്ടോ എടുക്കാൻ കൊടുത്തിട്ടാ ഷെയർ ചെയ്ത ആൾ ആരാ? ഡോക്ടർ അബ്ദുൽ മജീദ് സലാഹി എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിട്ടുള്ളത്. ആയിക്കോട്ടെ, മൂപ്പര് പ്രചരിപ്പിക്കട്ടെ. അപ്പൊ എന്നോട് ചിലവൻ സമ്മതിച്ചു, അല്ല നിങ്ങളെ വീട് 80 ലക്ഷത്തിന് വീട് ഉണ്ടോ? ഞാൻ പറഞ്ഞു 80 അല്ല 83. കാരണം മുറ്റത്ത് ഞാൻ മാർബിൾ ഇട്ടിട്ടുണ്ട്. ആ കണക്ക് മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവില്ല. അകത്തൊക്കെ ഗ്രാനൈറ്റ് ആയപ്പോ ഞാൻ തീരുമാനിച്ചു മുറ്റത്തും കൂടെ അത് വേണ്ട, അവിടെ മാർബിൾ ആയിക്കോട്ടെ. ആ കണക്ക് മൂപ്പര് കിട്ടിയിട്ടില്ല. അപ്പൊ അതും കൂടി കൂട്ട 83 ആകും എന്ന് മൂപ്പരോട് പറഞ്ഞാളിയാണ്. അപ്പൊ ഏതായാലും ഈ രൂപത്തിൽ നമ്മൾ പറയലോ അങ്ങാടി തോറ്റിന് അമ്മയോട് എന്ന് പറഞ്ഞപ്പോ സംവാദം കഴിഞ്ഞപ്പോ അക്ബർ സാഹിബ് പറഞ്ഞത് എല്ലാ പ്രശ്നത്തോട് തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? സബബും പൊളിഞ്ഞു. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാനുള്ള സബബ് എന്താണോ അതും പൊളിഞ്ഞു. എല്ലാം കൂടി പൊളിഞ്ഞപ്പോ ഇനി എന്താ? എന്നാ പിന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാം എന്ന് തീരുമാനിച്ചായിരിക്കാം. ആവട്ടെ. അപ്പൊ അങ്ങനെ ഇനി പരമാവധി ഒരു പ്രചരിപ്പിച്ചോട്ടെ. അതാണ് നമുക്കും നല്ലത്. പരലോകത്ത് ഇൻഷാ അല്ലാഹ് അതൊക്കെ കിട്ടുമല്ലോ. ഇനി ഏതായിരുന്നാലും ഇനിയിപ്പോ ഈ ഇസ്തിംതാഇന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിന് അവിടെ വസിയത്തു ശിർക്ക് എന്നുണ്ടോന്നാ പിന്നുള്ള ചോദ്യം. ശിർക്കുണ്ടെന്ന് ഉറപ്പായി, പക്ഷെ വസിയത്തു ശിർക്ക് എന്ന പദമുണ്ടോ എന്നതാണ് പിന്നെയുള്ളൊരു പ്രശ്നം. അതുമുണ്ട്. ആരാ പറഞ്ഞത്? സലഫി പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. 1-2 ഞാൻ വായിക്കാം ഉദാഹരണത്തിന് വേണ്ടി മാത്രം. സലഫി ലോകത്ത് പണ്ഡിതന്മാരെ അറിയപ്പെടുന്ന ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യാഖ്യാനങ്ങൾ. ഒന്ന്, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, ഇന്നും ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ ഹൈഅത്ത് കിബാർ ഉലമയുടെ ഉന്നത സ്ഥാനത്തുള്ള മഹാനായ പണ്ഡിതൻ, ധാരാളം കിതാബ് എഴുതിയ. ഈ സംവാദത്തിൽ തന്നെയും നാസർ സുല്ലമി വായിച്ചുവല്ലോ ഷെയ്ഖ് ഫൗസാന്റെ ഇആനത്തുൽ മുസ്തഫീദ് എന്ന ഈ കിതാബ്. അതേ ഷെയ്ഖ് ഫൗസാൻ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ അദ്ദേഹം പറയുന്നു, മഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്, അന്നഹു ലാ തജൂസുൽ ഇസ്തിആനത്തു ബിൽ ജാന്നി, ജിന്നുകളോട് സഹായം ചോദിക്കൽ അനുവദനീയമല്ല. വതലബുൽ മുസഅഅത്തി ഇലൈഹിം, അവരോട് സഹായം ആവശ്യപ്പെടലും ജായിസല്ല. കാരണം എന്താ? ലിഅന്ന ദാലിക ത്വരീഖുൻ വവസിലത്തുൻ ഇല ശിർക്ക് ബില്ലാഹ്. കാരണം ലിഅന്ന ദാലിക, തീർച്ചയായും അത് ത്വരീഖുൻ, മാർഗമാണ്, വവസീലത്തുൻ, ഒരു മാധ്യമമാണ്, വഴിയാണ്, ഇല ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യുന്നതിലേക്കുള്ള മാർഗമാണത്, ശിർക്കിലേക്കുള്ള വസീലയാണത്, ശിർക്കിലേക്കുള്ള ത്വരീഖാണത്. തെളിവെന്താ? കമാ ഖാല അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞുവല്ലോ, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മാശറൽ ജിന്നി വൽ ഇൻസി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ഈ ഇസ്തിആനത്ത് ശിർക്കിലേക്കുള്ള വഴിയാണ്. കാരണമെന്ത്? അല്ലാഹ് പറഞ്ഞു, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ആയത്താണ് ഷെയ്ഖ് ഫൗസാനും തെളിവ്. അതേ ആയത്താണ് ഷെയ്ഖ് ഇബ്നു ബാസും തെളിവ്. മാത്രവുമല്ല, കെജെയുവിന് ഹനീഫ് കായിക്കൂടിയും ഞാനും കൂടെ അവതരിപ്പിച്ച പ്രബന്ധം, ആ പ്രബന്ധത്തിലും എന്താ പറഞ്ഞത്? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം, ജിന്നിനോട് ഇസ്തിആനത്ത്, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനത്തുൻ ബിൽ ജിന്നിയിൽ കാഫിർ ശൈത്താനി അം ബിൽ ജിന്നിയിൽ മുസ്ലിമി, മുസ്ലിമായ ജിന്നാവട്ടെ കാഫിറും ശൈത്താനുമായ ജിന്നാവട്ടെ ഹറാം തന്നെ, നിഷിദ്ധം തന്നെ. വദാലിക ഇദ്ദത്തി അദില്ല, ഒരുപാട് തെളിവുണ്ട്. അതെന്താ? ഒന്നാമത്തെ തെളിവ്, അന്ന ഇസ്തിംതാഅൽ ജിന്നിയ്യി ബിൽ ഇൻസിയ്യി വൽ ഇൻസിയ്യി ബിൽ ജിന്നിയ്യി മുഹറമുൻ ഫീ നുസൂസിൽ കിതാബി വസ്സുന്നഹ്. ജിന്നും ഇൻസും ജിന്നും തമ്മിലുമുള്ള ഇസ്തിംതാഅ് മുഹറമുൻ, ഹറാമായതാണ്, ഫീ നുസൂസിൽ കിതാബി വസ്സുന്നഹ്, കിതാബിന്റെയും ഹദീസിന്റെയും ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യക്തമായ അധ്യാപനങ്ങൾ പ്രകാരം അത് ഹറാമായതാണ്. അതിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേകം തെളിവ് വേണം. ആ തെളിവ് വന്നിട്ടുമില്ല. അതുകൊണ്ട് ഫബഖാഉൽ അംരി അലാ ഉമൂമിഹി ബിമാ യശ്മലുൽ ജമീഅ, എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ അസ്ലിൽ തന്നെ അത് അവശേഷിക്കുന്നു. അപ്പൊ അസ്ൽ എന്താ? ഹറാമ്. ഇസ്തിംതാഇന്റെ അസ്ല് ഹറാമ്. അത് ഇബാദത്താണോ? ശിർക്ക്. ദുആ ആണോ? ശിർക്ക്.
അത്തരം സഹായാത്രയാണോ ശിർക്ക്? അതൊന്നുമല്ലേ എങ്കിൽ ആ അസുൽ അങ്ങനത്തെ നിലക്കുന്നു, ഹറാമ്. ആരാ പഠിപ്പിച്ചത്? ആലു ശൈഖ്. നേരത്തെ പറഞ്ഞ തോട്ടുകരണെന്ന് അതേ ആലു ശൈഖിന്റെ അതേ കിതാബ് അത്തംഹീദ് എന്ന കിതാബില് ആ വായിച്ച അതേ ഭാഗത്തിന്റെ ബാക്കി ഭാഗത്ത് ആലു ശൈഖ് പറഞ്ഞു ഇത് ഹറാമാണ്. ഫീ നുസൂസിൽ കിതാബി വസുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും നെസ്സുകളിൽ അത് ഹറാം തന്നെയാണ്. എത്ര സ്ഥലത്ത് ആരെല്ലാം പറഞ്ഞു, എവിടെല്ലാം പറഞ്ഞു. എന്നിട്ടും പറയാ ഫൈസൽ മുസ്ലിയാർ വ്യാഖ്യാനിച്ചു. അപ്പോൾ ഈ വിഷയത്തിലോ ഒരു വിഷയത്തിലുമോ എന്റെ വകയായി യാതൊരു വ്യാഖ്യാനവും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമായിരിക്കുന്നു. പിന്നെ ഇനി ബാക്കിയുള്ള സംശയം എന്താ അറിയോ? ഇപ്പൊ ചില മനുഷ്യന്മാർ പറഞ്ഞു കേട്ടു, ഞാൻ ഇതിമ കൂടാൻ വെച്ചാല് ഇതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചത്. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചത് ഇസ്തിആനത്താണ്, മൂപ്പര് ഓതിയത് ഇസ്തിൻതാ ആണ്. പരസ്പരം ഉപകാരമെടുക്കുന്നല്ലേ, അത് 2 സൈസ് ഉണ്ട്, അത് തർക്കമില്ല. എന്നാൽ സഹായം ചോദിക്കുന്ന 2 സൈസ് ഉണ്ട്, അതിനെന്താ തെളിവ്? അതിനും തെളിവുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു ഈ ഇസ്തിംതാഇന്റെ അതേ വിശദീകരണത്തിൽ തന്നെ ഈ ഇസ്തിംതാഴ് പറഞ്ഞപ്പോൾ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു ആ ഇസ്തിംതാഇന്റെ വകഭേദങ്ങള് അത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതിൽപ്പെട്ട പല ഇസ്തിംതാവും വിശദീകരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തിആനത്ത്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതേ ആയത്ത് തന്നെ സൂറത്തുൽ അൻആമിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നു വഅമ്മാ ഇസ്തിംതാഉൽ ജിന്നി ബിൽ ഇൻസി ഫഇന്നഹു കാന ഫീമാ ദുകിറ. ജിന്ന് ഇൻസിനെ കൊണ്ടുള്ള ഇസ്തിംതാ എന്താ? നേരത്തെ പറഞ്ഞു മായനാദുൽ ജിന്ന മിൽ ഇൻസി മിൻ തഅലീമിഹിം ഇയ്യാഹും. മനുഷ്യൻ ജിന്നിനെ ബഹുമാനിക്കുന്നു, അതിലൂടെ ജിന്നിനെ കിട്ടുന്ന ആസ്വാദനം, അതാണ് അവർക്ക് ലഭിക്കുന്ന ഉപകാരം. പിന്നെയോ ഫീ ഇസ്തിആനതിഹിം ബിഹിം, ജിന്നോട് സഹായം ചോദിക്കുന്നതിലൂടെ കിട്ടുന്ന ഉപകാരം, കിട്ടുന്ന ആസ്വാദനം. അപ്പൊ ഇസ്തിആനത്ത് ഇസ്തിൻതായിൽപ്പെട്ടു. മാത്രവുമല്ല സൗദി അറേബ്യയിലെ ലജ്ന നമ്മുടെ KJU ഉള്ളതുപോലെ അവിടെയുമുണ്ട് ജംഇയത്തുൽ ഉലമ. രണ്ടും ഒരുപോലെ അല്ല കേട്ടോ, ഇവിടെ ഉള്ളതുപോലെ അവിടെ ഉണ്ട്. കാരണം ഉണ്ടാവുക എന്ന വിഷയത്തിലാണ് സാമ്യം ഉള്ളത്. അവിടുത്തെ ലജ്ന, ആ ലജ്ന പഠിപ്പിച്ചെന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നോട് ഇസ്തിആനത്ത്, വല്ലുജൂഉ ഇലൈഹിം, അവരിലേക്ക് അഭയം തേടല്, ഫീ ഖദാഇൽ ഹാജാതി മിനൽ ഇദ്റാരി ബിഅഹദിൻ ഔ നഫ്ഇഹി, ഒരാൾക്ക് ഉപകാരം വരുത്തുവാനോ ഉപദ്രവം ചെയ്യുവാനോ ആയി ഈ ജിന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ശിർക്കും ഫിൽ ഇബാദ, ഇബാദത്തിലുള്ള ശിർക്കാണ്. ലിഅന്നഹു നൗഉം മിനൽ ഇസ്തിംതാഇ ബിൽ ജിന്നി, കാരണം അത് ജിന്നിനെ കൊണ്ടുള്ള ഇസ്തിംതാഇന്റെ ഒരു ഇനമാണ്, ഇസ്തിംതാഇന്റെ ഇനമാണ്. എന്നിട്ട് പറയാ بإجابته سؤاله وقضائه حوائجه في نظر استمتاع الجني بتعليم الإنسي له ولجوئه إليه واستعانته به في تحقيق رغبته. മനുഷ്യൻ അങ്ങോട്ട് സഹായിക്കുന്നു, ഇങ്ങോട്ട് സഹായിക്കുന്നു ഇസ്തിആനത്തിലൂടെ. തെളിവെന്താ? റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ലജ്നയുടെ 433 നമ്പർ ഫത്വ. അപ്പോൾ ഇബ്നു ബാസ് പറഞ്ഞു, ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞു, ആലു ഷെയ്ഖ് പറഞ്ഞു, അവരെല്ലാം ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ഇഫ്താ, അവിടുത്തെ ഉന്നത പണ്ഡിത സഭ, അവരും പറഞ്ഞു ഈ ആയത്ത് വെച്ചിട്ട് ഇസ്തിംതാഴ് പലതുണ്ട്, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്, ഇസ്തിആനത്ത് അതിന്റെ ഭാഗം തന്നെയാണ്. എന്നിട്ടാണ് അമാനി പരിഭാഷ സ്കാൻ ചെയ്ത് കയറ്റിയിട്ട് അതും കൊണ്ട് ഇറങ്ങിയിട്ട് ഫൈസൽ മുസ്ലിയാർ വ്യാഖ്യാനിച്ചു. എന്നിട്ട് ഇപ്പൊ ചങ്ങായി മെസ്സേജ് അയച്ചത് ഈ വർഷത്തെ കാന്തപുരം അവാർഡ് ഫൈസൽ മുസ്ലിയാർക്ക് പ്രഖ്യാപിച്ചു. സാധാരണ ഒരാളെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തൽ ആരാ? ഒരു മനുഷ്യന്റെ പേരിൽ ഒരു അവാർഡ് അതാരാ ഏർപ്പെടുത്തല്? അയാളുമായി ബന്ധമുള്ളവര്. KM മൗലവി അവാർഡ് സുന്നികൾ ഉണ്ടാക്കുമോ? അത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കുള്ളൂ. അപ്പൊ തങ്ങൾ നേതാവായി കാണുന്ന ഒരാളുടെ പേരിൽ അയാളുടെ മേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവാർഡ് പ്രഖ്യാപിക്കും. അപ്പൊ കാന്തപുരത്തിന്റെ പേര് അവാർഡ് പ്രഖ്യാപിച്ചെങ്കിൽ ബാക്കി കൂട്ടി വായിച്ചാൽ മതി, ഞാൻ പറയണില്ല.